ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂലി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂലി ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷനുകൾ എടുത്തു കഴിയുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 8.5 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം നേടിയിരിക്കുന്നത്. ഇത്രയും വലിയ കളക്ഷൻ നേടാനുള്ള കാരണം എന്താണ്? ആദ്യത്തെ ഏക ഒരു കാരണം ലോകേഷ് കനകരാജ് എന്ന സൂപ്പർ സംവിധായകൻ തന്നെ. ഇങ്ങനെ ചില സൂപ്പർ സംവിധായകർ കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആദ്യം ആ തരംഗം സൃഷ്ടിച്ചത് ശങ്കർ എന്ന സംവിധായകനായിരുന്നു. എന്നാൽ ശങ്കറിന് അടിതെറ്റിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് അത്ര വലിയ ഇമ്പാക്ട് ആദ്യ ദിനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്നത് ലോകേഷ് കനകരാജ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ LC യൂണിവേഴ്സും പിന്നെ വരുന്ന ഈ സൂപ്പർ നായകന്മാരും. ഒരു രജനി ചിത്രത്തിന് ഇത്രയും വലിയ കളക്ഷൻ കിട്ടണമെങ്കിൽ തന്നെ അത് സംവിധായകന്റെ ഈ ഒരു ഫാൻ ബേസ് തന്നെയെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന നായകൻ ആരാണ്? അത് കണ്ണുമടച്ച് പറയാം, അത് മോഹൻലാലാണെന്ന്. അപ്പോൾ മോഹൻലാലും ലോകേഷ് കനകരാജും ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും? ഇന്നലെ കൊഴുത്ത ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയ. പല ആൾക്കാരും ഇത് പറഞ്ഞിരുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ FD ഇടാൻ സാധിക്കുന്ന ഒരു താരവും ഒരു സംവിധായകനും കൈകോർത്താൽ എന്ത് സംഭവിക്കുമെന്നത്. ഇങ്ങനെയൊരു വൈൽഡ് ചിന്ത പ്രേക്ഷകരിലേക്ക് വന്നപ്പോൾ ലോകേഷ് കനകരാജിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ഒരു മോഹൻലാൽ അപ്പിയറൻസ് പ്രതീക്ഷിക്കാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നത്തെ കൂലി എന്ന സിനിമ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൽ ഓരോ നായകന്മാരെയും ലോകേഷ് അവതരിപ്പിച്ചിരിക്കുന്ന രീതി അതിഗംഭീരമാണെന്ന്. തമിഴകത്ത് മോഹൻലാലിനെ കൊണ്ടുപോയി നെൽസൺ ദിലീപ് കുമാർ ഒരു ഗംഭീര സംഭവം പടച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുപോലൊരു സാധനം മോഹൻലാലിന് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൊടുത്താൽ കൊള്ളാമായിരുന്നുവെന്ന് പ്രേക്ഷകർ പോലും അഭിപ്രായപ്പെടുന്ന അവസരമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൂലി എന്ന ചിത്രത്തിൽ അത് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യായിരുന്നു പ്രേക്ഷകർ. സൂപ്പർ നായകന്മാരെ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ സൂപ്പർ വില്ലന്മാരെയും അദ്ദേഹം ഗംഭീരമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. റോളക്സ് ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായാണ് ഈ അവസരത്തിൽ. ഏറ്റവും വലിയ വില്ലനായി റോളക്സിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ നായകന്മാരൊക്കെ ഈ വില്ലനെയൊക്കെ ഒതുക്കുക? അത് വലിയൊരു ചോദ്യമായി പല പ്രേക്ഷകരും സംസാരിക്കുമ്പോൾ ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായത് കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെയും ലോകേഷിന്റെയും ഒന്നിക്കലിനെ കുറിച്ചാണ്. ഇവരൊന്നിച്ചാൽ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പല പ്രേക്ഷകരും പറയുന്നത്. ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവന്നാലുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും അതൊരു ഭാഗത്ത് ചർച്ച ചെയ്യട്ടെ. അങ്ങനെയുള്ള സാധ്യതകൾ പിൽക്കാലത്ത് സംഭവിച്ചേക്കാം, പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഈ അവസരത്തിൽ ലോകേഷ് കൊണ്ടുവന്ന നായകന്മാർക്കൊപ്പം വന്ന വില്ലന്മാർ തന്നെയാണ് ഏറ്റവും ഗംഭീരൻ. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ലോകേഷ് കനകരാജ് ഇങ്ങനെ വില്ലന്മാരെയും നായകന്മാരെയും ഇത്രയും വലിയ രീതിയിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വില്ലന്മാർക്കിടയിലും ചർച്ചയാകുന്നത് അമീർ ഖാനെ കൊണ്ടുവന്നതും ഒന്നുമല്ല, സാക്ഷാൽ റോളക്സിനെ കൊണ്ടുവന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. വമ്പൻ ഹൈപ്പിലെത്തിയ കൂലി ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത്. അത് സമ്മിശ്ര പ്രതികരണങ്ങളും ഉണ്ട്. ചിത്രത്തിലെ പെർഫോമൻസുകളും ആക്ഷൻ സീക്വൻസും ടെക്നിക്കൽ മികവും കയ്യടി നേടുന്നുണ്ടെങ്കിലും തിരക്കഥയിലെ ചില പോരായ്മകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമീർ ഖാന്റെ ക്യാമിയോ റോൾ പ്രതീക്ഷിച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം എന്താണ്? കാരണം അമീർ ഖാനേക്കാളും വലിയ ഇമ്പാക്റ്റിലാണ് ലോകേഷ് റോളക്സ് എന്ന സൂര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ അത്ര കൊടൂരനായ വില്ലൻ ആയിട്ടാണോ അമീർ ഖാൻ വന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇനി വരും സിനിമകളിലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സിനിമയിലെ ക്യാമിയോ വേഷങ്ങളിൽ അമീർ ഖാൻ എത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് സർപ്രൈസ് എലമെന്റും ഇമ്പാക്റ്റും നഷ്ടപ്പെടുത്തിയെന്നാണ് പലരും പറയുന്നത്. അമീർ ഖാന് ചെയ്യാനുള്ളതൊന്നും ചിത്രത്തിലില്ല എന്നും ചിലർ പറയുന്നു. ഇതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡാകുന്നത് ലോകേഷ് കനകരാജിന്റെ മുൻ ചിത്രമായ വിക്രമിലെ സൂര്യയുടെ ക്യാമിയോ റോളാണ്. റോളക്സ് എന്ന കഥാപാത്രമായി സൂര്യ എത്തിയപ്പോൾ തിയേറ്റർ മുഴുവനും ആരവമായിരുന്നുവെന്നും ആരാധകർ ഓർത്തു പറയുന്നു. വിക്രം ചിത്രത്തിന് മുമ്പ് ഈ ക്യാമിയോ വേഷത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ വ്യക്തത വരുത്താതെ ഇരുന്നത് നല്ല സ്ട്രാറ്റജി ആയിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ സൂര്യ വന്നതോടെ ക്ലൈമാക്സ് ഇമ്പാക്ട് ഇരട്ടിച്ച് എന്നാണ് അഭിപ്രായങ്ങൾ. എന്നാൽ ആ സർപ്രൈസ് മാത്രമല്ല, റോളക്സിനെ അവതരിപ്പിച്ച രീതിയിലും സൂര്യയുടെ പെർഫോമൻസിനും കൂടിയാണ് ആ ക്യാമിയോ വേഷം ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാരണമായതെന്ന് മറ്റുള്ളവർ പറയുന്നത്. റോളക്സിനെ പോലെ ഒരു ക്യാമിയോ വേഷം ലോകേഷിന് പോലും ഇനി ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് വരെ പറയുന്നവരുണ്ട്. റോളക്സ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ചിത്രം പ്ലാനിലുണ്ടെന്ന് ലോകേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രം ഉടൻ ചെയ്യണമെന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതേസമയം മാനഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കിയ ചിത്രമാണ് കൂലി. രജനീകാന്തിനൊപ്പം വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരന്നത്. സൗബിൻ, ഉപേന്ദ്ര, നാഗാർജുന, അമീർ ഖാൻ, ശ്രുതി ഹസൻ, സത്യരാജ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാനാണ് കൂലി നിർമ്മിച്ചിരിക്കുന്നത്. രജനീകാന്ത് സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ റിലീസ് ചെയ്ത ചിത്രമെന്ന പ്രത്യേകതയും കൂലിക്കുണ്ട്.